പശ്ചിമേഷ്യയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിയ അമേരിക്ക-ഇറാൻ സംഘർഷം അവസാനിക്കുന്നതായി സൂചന. മേഖലയിലെ വെടിനിർത്തൽ ധാരണ പോലും അനിശ്ചിതത്വത്തിലാക്കി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ഇരുപക്ഷവും ധാരണയിലെത്തിയതായി രാജ്യാന്തര മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നാളെ ഖത്തറിലെ ദോഹയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നേക്കുമെന്നാണ് വിവരം. വെടിനിർത്തലിന് പിന്നാലെ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത സൈനിക സംഘർഷങ്ങൾക്കൊടുവിലാണ് പുതിയ നയതന്ത്ര നീക്കം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ സിരിക്, ഖ്വഷം ദ്വീപുകളിലെ 10 കേന്ദ്രങ്ങളിൽ അമേരിക്ക മിസൈൽ വർഷിച്ചിരുന്നു. ഇതിനു മറുപടിയായി ബഹ്റൈനിലെ US 5-ാം കപ്പൽപ്പട താവളത്തിലും കുവൈത്തിലെ അലി അൽ സലീം വ്യോമതാവളത്തിലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. 2 ദിവസമായി നടന്ന സംഘർഷത്തിൽ 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ താൽക്കാലിക പരിഹാരത്തിന് വഴി തുറക്കുമ്പോഴും ലബനനിലെ സാഹചര്യം ഇപ്പോഴും പുകയുകയാണ്. ഇസ്രയേൽ ലബനനിൽ വീണ്ടും ആക്രമണം തുടരുന്നതിനൊപ്പം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലബനൻ പട്ടാളവും സർക്കാരും നേരിട്ടിറങ്ങുന്നത് രാജ്യത്തെ മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോകാതെ സംഘർഷം ബാധിക്കാത്ത ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടുത്ത ആഴ്ചയോടെ വിമാന സർവീസുകളും ചരക്കു നീക്കവും പുനരാരംഭിക്കാനാണ് ഇറാന്റെ നീക്കം. സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾക്ക് ശേഷം വ്യാഴാഴ്ച വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാനെതിരെ US വീണ്ടും ആക്രമണം കടുപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തങ്ങൾ നിശ്ചയിക്കുന്ന പാതയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാകില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതു വകവയ്ക്കാതെ പുതിയ പാതയിലൂടെ സഞ്ചരിച്ച എവർ ലവ്ലി എന്ന സിംഗപ്പൂർ പതാകയുടെ കപ്പലിനു നേരെ ആക്രമണമുണ്ടായതാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയത്. അടിയും തിരിച്ചടിയും താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ലബനനിൽ ഇസ്രയേൽ സ്വീകരിക്കുന്ന നടപടികളും നിലപാടുകളുമാണ് ഇറാൻ US സമാധാന കരാറിന്റെയും ഭാവിയെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണം. മേഖലയിലെ ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കുകയെന്നതാണ് ഇരുകൂട്ടരും ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ സുപ്രധാനമായൊരു നിർദ്ദേശം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലബനനിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ ധാരണാപത്രത്തിലെ നിർദ്ദേശങ്ങളുടെ തുറന്ന ലംഘനമായാണ് കണക്കാക്കപ്പെടുക. ഇസ്രയേൽ ആക്രമണം തുടരുന്നിടത്തോളം കാലം ശാശ്വതമായ വെടിനിർത്തൽ ചർച്ചയ്ക്കും കരാറിനുമുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ ലബനനിൽ ആക്രമണം തുടരുന്നിടത്തോളം കാലം ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടാനുള്ള സാധ്യതയേറെയാണെന്നും പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് കരാർ റദ്ദാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് ഇസ്രയേൽ അകന്നു നിൽക്കുകയാണെന്നുമാണ് വിവിധ US മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മേഖലയിൽ ശാശ്വതമായ യുദ്ധം നിലനിർത്താനും പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുമാണ് ഇസ്രയേലിന്റെ ശ്രമമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രസ്താവിച്ചിരുന്നു. ലബനന് നേരെ തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾ അപലപനീയമാണെന്നും ടെൽ അവീവിൽ നിന്നുള്ള തുടർ നീക്കങ്ങൾ മുഴുവൻ മാനവരാശിക്കും ഭീഷണിയാണെന്നും അരാക്ചി പ്രതികരിച്ചു. ദക്ഷിണ ലബനനിൽ 4 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ലബനൻ കത്തിച്ചു ചാമ്പലാക്കുമെന്ന ഇസ്രയേലി സുരക്ഷാ മന്ത്രിയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് അരാക്ചിയുടെ പ്രതികരണം. നേരത്തെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാതെ ലബനനിൽ നിന്ന് തങ്ങളുടെ സൈന്യം പിന്തിരിയില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റ് ഉദ്യോഗസ്ഥരും പ്രതികരിച്ചിരുന്നു. അതിർത്തിയിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതിനു ശേഷം സൈന്യം ലബനനിൽ തുടർന്നേക്കുമെന്നും സ്മോട്രിച്ച് കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കുകയുണ്ടായി. തെക്കൻ ലബനനിൽ ഏതു നിമിഷവും ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സൈന്യം തയ്യാറായി നിൽക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെച്ചെങ്കിലും ലബനനിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള പോരാളികളെ അസ്വസ്ഥരാക്കുന്നത്. കരാറിന് തൊട്ടു പിന്നാലെ അവർ തെരുവിലിറങ്ങുകയും കരാറിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പൊതുജനങ്ങളുടെ സ്വസ്ഥതയ്ക്കും സമാധാന ജീവിതത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന കലാപശ്രമങ്ങളെ നേരിടുമെന്ന് ലബനീസ് സൈന്യം പ്രസ്താവിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.